ബ്ലൂ ഗ്രീൻ മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊബൽക്കോ മെഷീനിൽ 380 മോഡലിൽ വരുന്ന J08 എഞ്ചിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനകത്ത് വരുന്ന എയർ സിസ്റ്റം, അതിനകത്ത് ഉപയോഗിക്കുന്ന എയർ ഫിൽറ്ററിനെ പറ്റിയും എയർ ഫിൽറ്ററിൻ്റെ ഉപയോഗവും എയർ സിസ്റ്റത്തിൽ വരുന്ന കമ്പോണൻസും എയർ സിസ്റ്റം എങ്ങനെ ക്ലീൻ ചെയ്യാം, എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനുള്ള പ്രൊസീജിയറിനെ പറ്റിയും എയർ ഫിൽറ്റർ കറക്റ്റായിട്ട് സമയത്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ വരുന്ന ഭവിഷ്യത്തുകളായ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എയർ സിസ്റ്റത്തിൽ വരുന്ന ഓരോ കമ്പോണൻറ്റിനെ പറ്റി നമുക്ക് പരിചയപ്പെടാം. ആദ്യം വരുന്നത് പ്രീ ക്ലീനറാണ്. ഇതാണ് നമ്മുടെ പ്രീ ക്ലീനർ. പിന്നെ എയർ ഫിൽറ്റർ ഔട്ടർ, ഇതിനകത്ത് എയർ ഫിൽറ്റർ ഇന്നർ, ഇത് എയർ ഫിൽറ്റർ ഇന്നർ. എയർ ഫിൽറ്ററിൻ്റെ അകത്ത് വരുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്, അകത്ത് ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ബൂട്ടാണ്. ഇത് ശരിക്കും നമ്മൾ ഡസ്റ്റ് വരുമ്പോൾ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കളയണം ഇടയ്ക്കിടയ്ക്ക്. ഇനി എയർ ഫിൽറ്റർ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ്. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ എയർ ഫ്ലോ ചെയ്യുന്നത് അകത്തു നിന്ന് പുറത്തേക്കായിരിക്കണം എയർ ഫ്ലോ ചെയ്യേണ്ടത്. ഒരിക്കലും പുറത്തു നിന്ന് അകത്തേക്ക് എയർ ഫ്ലോ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ വർക്ക് ഓഫ് നേച്ചറിനനുസരിച്ചാണ്. വർക്ക് കൂടുതൽ ഡസ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത് അതിനൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ആ ഇൻഡിക്കേറ്റർ നമ്മുടെ അലാറം അവിടെ വരും, വാർണിംഗ് വരും. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണം. ആ സമയത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു 6 പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മൾ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാവുന്നതല്ല. 6 പ്രാവശ്യത്തിൽ കൂടുതൽ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത എയർ ഫിൽറ്റർ അതിൻ്റെ പേപ്പറൊക്കെ ഡാമേജ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ 6 പ്രാവശ്യമാണ് നമുക്ക് റീയൂസ് ചെയ്യാവുള്ളൂ. അതിനുശേഷം എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. നമ്മൾ ശരിക്കും എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ട പരിധി പറഞ്ഞിരിക്കുന്നത് 1000 മണിക്കൂറിലാണ്. 140 തൊട്ട് 380 വരെയുള്ള എല്ലാ മെഷീനിലും നമ്മൾ പറഞ്ഞേക്കുന്നത് 1000 മണിക്കൂറിൽ എയർ ഫിൽറ്റർ ഇന്നർ ഔട്ടർ ചേഞ്ച് ചെയ്യണമെന്നാണ്. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ടത് 1000 മണിക്കൂറിലാണ്. പക്ഷേ 35 മെഷീനിൽ നമുക്ക് 500 മണിക്കൂറിലാണ് എയർ ഫിൽറ്റർ ഇന്നർ ആൻഡ് ഔട്ടർ ചേഞ്ച് ചെയ്യേണ്ടത്. പക്ഷേ 6 ടൈംസിൽ മേളിൽ നമ്മൾ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റീയൂസ് ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഇന്നർ ഫിൽറ്റർ ഒരിക്കലും നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഒരിക്കലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇതിനകത്ത് ചെറിയ മൈക്രോൺ, ഇതിൽ നിന്ന് പോകുന്ന ചെറിയ മൈക്രോൺ ഫിൽറ്റർ എയർ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും. അതൊരു ഫൈനൽ ഫിൽറ്റർ ആയിട്ടായിരിക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത്. പ്രീ ക്ലീനർ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ശരിക്കും ഈ ഗ്ലാസ് ഫിൽറ്റർ ക്ലീൻ ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം പ്രീ ക്ലീനർ ഇടയ്ക്ക് നമ്മൾ ഡസ്റ്റി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഗ്ലാസ്സിലൂടെ ഡസ്റ്റി ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഗ്ലാസ് ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. അതിനൊരു സമയപരിധി ഒന്നും പറഞ്ഞിട്ടില്ല. ഡസ്റ്റ് ആവണതനുസരിച്ച് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എയർ ഫിൽറ്റർ കറക്റ്റായിട്ട് സമയത്ത് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ വരുന്ന ഭവിഷ്യത്തുകളെ പറ്റിയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എയർ ഫിൽറ്ററിൻ്റെ അതിനകത്ത് വരുന്ന ഹോസുകളുണ്ട്, ക്ലാമ്പുകളൊക്കെ ടൈറ്റായിരിക്കണം. അല്ലെങ്കിൽ അതിനകത്തൂടെ ഡസ്റ്റ് എൻട്രി പ്രവേശിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഈ ഡസ്റ്റ് എൻട്രി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലറ്റ് മാനിഫോൾഡ് വഴി പിസ്റ്റണിനകത്തേക്കാണ് ഡസ്റ്റ് ചെല്ലുന്നത്. പിസ്റ്റണിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിസ്റ്റൻ്റെ റിങ്സ് എല്ലാം സ്റ്റിക്ക് ആവാനും ലൈനറിൽ സ്കഫിംഗ് മാർക്ക് വീഴാനും പെട്ടെന്ന് ഇതിൻ്റെ ലൈഫ് കുറയാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയാസമയങ്ങളിൽ എയർ ഫിൽറ്ററും ക്ലീൻ ചെയ്യാനും അത് റീപ്ലേസ് ചെയ്യാനും ശ്രദ്ധിക്കണം. അതുപോലെ അതിൻ്റെ ഹോസ് ക്ലാമ്പുകളെല്ലാം കറക്റ്റായിട്ട് ടൈറ്റായിട്ട് ആണോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. 3000 അവേഴ്സ് വരുമ്പോൾ നമ്മൾ ആ ഹോസ് ചേഞ്ച് ചെയ്യേണ്ടതാണ്. അത് കറക്റ്റ് സമയത്ത് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയൊരു പുതിയ എപ്പിസോഡുമായി നമ്മൾക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.